എനിക്കൊരു 5 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ അച്ഛൻ ഗൾഫിലേക്ക് പോയത്. ഞാൻ 1-ാം ക്ലാസ്സിലായിരുന്നു. അനിയത്തിക്കുട്ടിക്ക് അന്ന് ഏകദേശം ഒരു വയസ്സായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രാവിലെ 4-4:30ക്കാണ് അച്ഛൻ പോയത് എയർപോർട്ടിലേക്ക്. അപ്പോൾ അച്ഛൻ എന്നെ ഉണർത്തി മടിയിലെടുത്ത് പറഞ്ഞു, അമ്മയെ അനിയത്തിയെ നന്നായി നോക്കണം. അത് കഴിഞ്ഞ് ഏതോ ഒരു മനുഷ്യൻ്റെ കൂടെ സ്കൂട്ടറിൻ്റെ പിന്നാലെ ഒരു ബാഗും തൂക്കി ഇരുന്ന് അച്ഛൻ പോണതാണ് എൻ്റെ ആ 5 വയസ്സുകാരിയുടെ ഓർമ്മ. ആ ഇടയ്ക്കാണ് കേട്ടോ ഗൾഫ് വാർ ഉണ്ടായത് അവിടെ. അന്ന് അച്ഛൻ ഗൾഫിൽ തന്നെയായിരുന്നു. ടു ബി പ്രിസൈസ് സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആകെ ഉണ്ടായിരുന്ന വഴി ഒരു ലെറ്റർ അയയ്ക്കുക, എയറോഗ്രാമിലോ ഇൻലൻഡ് ലെറ്ററോ അയയ്ക്കുക. ആ ലെറ്റർ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ച പിടിക്കും. ലെറ്റർ ആണെങ്കിൽ പോണത് ഒരു PO ബോക്സിലേക്ക്. ആ PO ബോക്സിൽ അച്ഛൻ വന്ന് തിരഞ്ഞ് ലെറ്റർ എടുക്കുമ്പോഴേക്കും പിന്നെയും ചിലപ്പോൾ ഒരാഴ്ച കഴിയും. അത് കഴിഞ്ഞ് അച്ഛൻ തിരിച്ച് ഉത്തരം അയക്കുന്നത് ഞങ്ങളുടെ അടുത്ത് എത്താൻ വീണ്ടും ഒരു 2-3 ആഴ്ച പിടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വല്ല എക്സാമിൻ്റെയും റിസൾട്ടോ വല്ലതും സന്തോഷത്തോടെ അച്ഛൻ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നത് 1-1.5 മാസം കഴിഞ്ഞിട്ട്. പിന്നെ ഫോൺ കോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അന്ന് STD അത്രയും ഹൈ ആയിരുന്നു. ഇന്നത്തെ പോലെ വാട്സാപ്പോ മൊബൈൽ ഫോണോ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ എന്താ പറയണ്ടേ, ഒരു ലാൻഡ് ലൈൻ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ. തൊട്ട വീട്ടിൽ ലാൻഡ് ലൈനിൽ അച്ഛൻ വിളിച്ചാൽ 2-3 മാസം കൂടുമ്പോൾ ഒരു മിനിറ്റ്, ഏകദേശം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ അമ്മയും ഞാനും അനിയത്തിയും ഞങ്ങൾ സംസാരിക്കണം. 1 മിനിറ്റേ കിട്ടുള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ ഈ ഗൾഫ് വാറിൻ്റെ സമയത്ത് BBC ന്യൂസ് റേഡിയോയിൽ വന്നിരുന്നു. അതിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രം ദ പ്ലേസ് ഓഫ് വാർ. ഈ ബോംബ് വീഴണതും ഗ്രനേഡ് എറിയണതും ഇതൊക്കെ അവർ അനൗൺസും ചെയ്യും, അതിൻ്റെയൊക്കെ ശബ്ദവും വരും. ഇപ്പോൾ രാത്രി ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ ആ റേഡിയോ വെച്ച് ആ ന്യൂസ് കേട്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ തേങ്ങി തേങ്ങി കരയുണ്ടാവും. അന്ന് എനിക്ക് 10-11 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മയുടെ കെന്തൽ കേട്ടിട്ട് ഞാൻ ഉണരും. എന്നാൽ അമ്മയെ ഒന്ന് എണീറ്റിട്ട് ആശ്വസിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അവിടെ കിടന്നിട്ട് ഞാനോ കരയോ അതുമില്ല. കാരണം ഞാൻ കരഞ്ഞാൽ എൻ്റെ അമ്മ സങ്കടപ്പെടില്ലേ, അത് കാരണം കരയാനും പറ്റിയിരുന്നില്ല. പിന്നെ ഞങ്ങൾക്കൊരു ഉണ്ണിമാമ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ജീവനാ ഉണ്ണിമാമ. അച്ഛൻ്റെ കസിനായിരുന്നു. ഉണ്ണിമാമയുടെ ഓഫീസിൽ ടെലക്സ് മെസ്സേജ് ത്രൂ ചില സമയത്ത് അച്ഛൻ മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ ഈ ബോംബിങ് നടക്കുന്ന സമയത്ത് കുറേ ദിവസം കൂടുമ്പോൾ ഒരിക്കൽ അച്ഛനൊരു 2-3 വാക്കോ ആ ടെലക്സിൽ അയക്കും, ജസ്റ്റ് ടു ലെറ്റ് us know അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്നറിയാം. അപ്പോൾ വൈകുന്നേരം 5:30 മണിയായാൽ ഞങ്ങൾ ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കും, ഉണ്ണിമാമ വരുന്നതും കാത്തിട്ട്. ഉണ്ണിമാമ വന്നാലോ ഞങ്ങൾ കൗതുകത്തോടെ നിൽക്കും. ഇപ്പോൾ തരും അച്ഛൻ്റെ മെസ്സേജ്, ഇപ്പോൾ തരും ടെലക്സ് മെസ്സേജ്. ഉണ്ണിമാമ പറയും, ഇന്ന് വന്നിട്ടില്ല കുട്ടി. മിക്ക ദിവസവും മെസ്സേജൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മെസ്സേജ് വരുന്ന ദിവസം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു, ഭയങ്കര ആശ്വാസം. എന്നാൽ കൂടെ ഒരു പേടിയുണ്ടായിരുന്നു, അടുത്ത മെസ്സേജ് വരുമോ ഇല്ലയോ. എങ്ങനെയൊക്കെയോ ആ ദിവസങ്ങൾ കടന്നുപോയി. ഗൾഫ് വാർ കഴിഞ്ഞ് അച്ഛൻ വന്നു. അന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ മതി, ഇനി അച്ഛൻ പോണ്ട, ഇനി അച്ഛൻ ഇവിടെ വേണം ഞങ്ങൾക്ക്. അച്ഛൻ പറഞ്ഞു അടുത്ത കൊല്ലം വരാം. അടുത്ത കൊല്ലം പറഞ്ഞു അടുത്ത കൊല്ലം വരാം. അതിൻ്റെ അടുത്ത കൊല്ലം പറഞ്ഞു അടുത്ത കൊല്ലം വരാം. അങ്ങനെ അച്ഛൻ തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ 12-ാം ക്ലാസ്സിലായി. അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിലൊരു മാസ്ക് ഉണ്ടായിരുന്നു, ഒരു പച്ച നിറത്തിലെ മാസ്ക്, മിലിറ്ററി പച്ച. ഈ മങ്കി ക്യാപ്പൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയുള്ളൊരു മാസ്ക്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലും ഒക്കെ അടച്ചിട്ടുള്ള പോലെ ഗ്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ ബോംബിംഗ് ഒക്കെ നടക്കുമ്പോൾ അച്ഛനൊക്കെ അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിലാണ് ജീവിച്ചിരുന്നത്. അന്ന് ധരിക്കാനുള്ളതായിരുന്നു അത്. അച്ഛനത് കുറേ കാലം സൂക്ഷിച്ചു.
ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ ആ മാസ്ക് ഒന്ന് കാണിച്ചു തരുമോ, പേരക്കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അച്ഛൻ പറഞ്ഞു, അതൊക്കെ ഞാൻ കളഞ്ഞു കുട്ടി. ഇറ്റ് വാസ് ലൈക്ക് ഹി ഓൾസോ വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദോസ് മെമ്മറീസ് ജസ്റ്റ് ലൈക്ക് അമ്മ, മീ ആൻഡ് അനിയത്തുകുട്ടി. ഇന്ന് ഫോൺ എടുത്ത് കുത്തിയാൽ മതി സംസാരിക്കാം, പക്ഷെ മിക്കവരും സംസാരിക്കില്ല. നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ആർക്കും ആ ദിവസങ്ങളെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരെക്കുറിച്ചാണ് ഞാൻ പറയണേ, എൻ്റെ മക്കൾക്ക് പോലും മനസ്സിലാവില്ല. അവരുടെ തെറ്റല്ല കേട്ടോ, ആ ദിവസങ്ങൾ അങ്ങനെയായിരുന്നു. എന്നാലും നല്ല ദിവസങ്ങളായിരുന്നു കേട്ടോ. കാരണം റിലേഷൻസ് നല്ല സ്ട്രോങ് ആയിരുന്നു. സ്നേഹം എന്ന് പറഞ്ഞത് ഫേക്കായിരുന്നില്ല. ഇന്നത്തെ പോലെയല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. വേറെ പലരും ഉണ്ടാവും ഗൾഫ് വാർ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരോ അവരുടെ ഫാമിലീസോ, ഞങ്ങളെപ്പോലെയോ ഞങ്ങളെക്കാട്ടിലും മോശമായ സിറ്റുവേഷൻസിലും ഉണ്ടായിരുന്നവർ. അവരോടൊക്കെ പറയാൻ എനിക്കൊന്നേ ഉള്ളൂ, ഷെയർ ചെയ്യൂ കേട്ടോ. ഷെയർ ചെയ്താൽ ഭാരം കുറയും, സങ്കടങ്ങൾ കുറയും. പറയൂ, എന്നോട് പറയൂ.